നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എല്ലാം അറിഞ്ഞല്ലോ അല്ലേ നീ? നിന്റെ ഭർത്താവിന് പെണ്ണാലോചിക്കുന്നു. അത് മുടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിന്റെ മോളും. നിന്നെ ആ വീട്ടിലേക്ക് തന്നെ തിരികെ എത്തിക്കാനുള്ള ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത് നിന്റെ രണ്ടാമത്തെ മോളും. ഓ, അവർക്കറിയില്ലല്ലോ രണ്ടാളും നിന്റെ തന്നെ മക്കളാണെന്നും തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് നിന്നെയാണെന്നും. അമ്മേ, സത്യം കേട്ട ഈ 6 വർഷം ഞാൻ ഇവിടെ നിന്ന് മാറി നിന്നതും അമ്മ തമിഴ്നാട്ടിൽ പോയി ഹോട്ടൽ നടത്തിയതൊക്കെ എന്തിനാ? എല്ലാം ഇപ്പൊ വെറുതെ ആവും. അമ്മേ, പപ്പി എന്റെ മോളല്ല, അവള് ശ്യാമയുടെയാ. ഞാൻ എത്ര വട്ടം പറയണോ അമ്മയോട്? ശരി, വിട്. ബാക്കിയെല്ലാത്തിനും സമാധാനം പറ. നീ അമ്മയ്ക്കിപ്പൊ എന്താ അറിയണ്ടേ? എടി, നീ ഇനി എന്താ ചെയ്യാൻ പോകുന്നെന്ന് എനിക്ക് അറിയേണ്ടത്. ഞാൻ പ്രത്യേകിച്ചൊന്നും ഇപ്പൊ ചെയ്യാൻ പോകുന്നില്ല. ഇതുവരെ എന്തൊക്കെ ചെയ്തോ അത് തന്നെ ഇനി അങ്ങോട്ടും തുടരും. ഓ, അപ്പൊ സത്യാമ്മ ഇതുവരെ ചെയ്തോണ്ടിരുന്നതൊക്കെ തന്നെ തുടരട്ടെ എന്ന് അല്ലേ? അമ്മേ, സത്യാമ്മയുടെ കാര്യം സത്യാമ്മയല്ലേ തീരുമാനിക്കുന്നേ? എടി, സത്യാമ്മയുടെ കാര്യം മാത്രമല്ലല്ലോ, ആണെങ്കിൽ മനസ്സമാധാനം ഉണ്ടായിരുന്നു. മറ്റു പലരുടെയും കാര്യങ്ങൾ തീരുമാനിക്കുന്നതും അവരുടെയൊക്കെ ജീവിതത്തിൽ തലയിടുന്നതും ഒക്കെ സത്യാമ്മയാ. നീ പറഞ്ഞില്ലേ 6 വർഷം നീ ഇവിടുന്ന് മാറിയെന്ന കഥയും ഞാനങ്ങ് തമിഴ്നാട്ടിൽ പോയി ജോലി ചെയ്തതൊക്കെ. അതൊക്കെ ഈ പറഞ്ഞ സത്യാമ്മ കാരണമാ. അതേ സത്യാമ്മ കാരണം ഞാൻ ഇങ്ങോട്ട് മടങ്ങി വന്നതെന്നും അമ്മ മറന്നു. ഇടി, അത് സത്യാമ്മ അറിയുന്നുണ്ടോ? അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നീ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യും. അതിൽ ഒരെണ്ണം അവർക്കറിയാവോടി മോളെ? അവർക്ക് നീ ചെയ്തു കൊടുത്ത ഉപകാരങ്ങള് അവരുടെ ഭർത്താവോ മകനോ മകളോ മരുമകനോ ആരെങ്കിലും അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടോ? അവരുടെ മകളെയും മരുമകനെയും കൂട്ടി ഒന്നിപ്പിച്ച് അവർക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുത്തു. മകളുടെ ഗർഭം സംരക്ഷിച്ചു. അവളുടെ പ്രസവം എടുക്കാൻ പോലും നീ വേണ്ടി വന്നു. അവരുടെ മരുമകളുടെ ഗർഭാലസിന്ന് കേട്ട് അവരുടെ ചങ്കുപൊട്ടി ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി നൊന്തു പെറ്റ കുഞ്ഞിനെ അനിയത്തിക്ക് ദാനം ചെയ്തു. എടി, അവരുടെ കല്ലെ പിളർക്കുന്ന കൽപ്പന നിന്റെ ഭർത്താവ് ലംഘിച്ചാൽ അവര് ചത്തുകളയോന്ന് ഭയന്ന് ഭർത്താവിനെയും കുഞ്ഞിനെയും കുടുംബവും ജീവിതവും ഒക്കെ നീ ഉപേക്ഷിച്ചു. എന്റെ പൊന്നു മോളെ, ഇത്രയൊക്കെ ആര് ചെയ്യൂടി? എടി, നീ അവർക്ക് ഉപകാരം മാത്രമേ ചെയ്തിട്ടുള്ളൂന്ന് അവരൊഴികെ ബാക്കി എല്ലാവർക്കും അറിയാം. മറ്റാരെങ്കിലും പറഞ്ഞു കൊടുത്ത അവർക്കത് മനസ്സിലാവുകയില്ല. അവരെ സംബന്ധിച്ച് നീ അവരുടെ ശത്രു മാത്ര, ആജന്മ ശത്രു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.